ഹലോ ഫ്രണ്ട്സ്, ഞാനൊന്ന് ഒന്നിനെ കൊണ്ട് ഒരു മസാജ് ക്ലാസ്സിൽ പോവാണ്. അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് ട്രാം സ്റ്റേഷൻ ആദ്യം വന്നിരിക്കുകയാണ്. ജസ്റ്റ് ട്രാം സ്റ്റേഷൻ ഇവിടെ നിന്ന് ഒരു ട്രാം കയറിയിട്ട് ഒരു 4ാമത്തെ സ്റ്റോപ്പിലാണ് അവൻ്റെ മസാജ് ക്ലാസ് ഉള്ളത്. അപ്പോൾ അവനിപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക, ഉറങ്ങുകയാണ് നല്ലപോലെ. ഞാൻ ട്രാമിന് വെയിറ്റ് ചെയ്യുന്നത് ഒരു 3 മിനിറ്റിൽ ട്രാം വരും. അപ്പം ട്രാം കയറിയിട്ട് വരും. ഇവിടെ ട്രാമും നിൽക്കും, അതുപോലെ തന്നെ ഇത് ബസ്സാണ്, ബസ്സും ഇവിടെ തന്നെ നിൽക്കും. അപ്പോൾ എൻ്റെ ട്രാം വരാൻ ഇനി 1 മിനിറ്റ് കൂടെ ഉണ്ട്. ഇവിടെ എല്ലാം കറക്റ്റ് ടൈമാണ്, ഓൾമോസ്റ്റ് എല്ലാം ഒരു കറക്റ്റ് ടൈമിങ് പാലിക്കാറുണ്ട്. ഇവിടെ മൈനസ് ആയിട്ടുണ്ട്, -1 -2 ഒക്കെ ആയിരുന്നു രാവിലെ. ഇപ്പോൾ 2 ഡിഗ്രിയൊക്കെയാണ്, പക്ഷേ ഫീൽസ് ലൈക്ക് -1 ആണ്. അതുകൊണ്ട് എന്താ പറയുക, കോട്ടും ഷൂവും തൊപ്പിയൊക്കെ ഇട്ടിട്ടേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ആളുകളും അടുത്തുള്ളവരങ്ങ് എല്ലാം അങ്ങനെ തന്നെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ട്രാമും വരും. ഈ വരുന്നതാണ് ഞങ്ങൾക്ക് പോകാനുള്ള ട്രാം. ഓൾറെഡി ഒരു കിൻഡർ വാഗൻ ഉണ്ട്, നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും നോക്കാം. ഉണ്ണീനെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞാനിവിടെ സീറ്റിൽ വന്നിരുന്നു. അവിടെ നിൽക്കാനുള്ള സ്ഥലമല്ല, അവൻ്റെ കിൻഡർ വാഗൻ പാർക്ക് ചെയ്തിട്ട് ഞാനൊരു സീറ്റിലിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ചിലർക്ക് വീഡിയോ എടുക്കുന്നത് അത്ര ഇഷ്ടമാവില്ല, അതുകൊണ്ട് എല്ലാവരെയും കാണില്ല. അടുത്ത ട്രാമ് പോയിക്കൊണ്ടിരിക്കുന്നു. ഉണ്ണിയുടെ കിൻഡർ വാഗൻ തൊട്ട് ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിക്കാൻ സീറ്റില്ല, അതുകൊണ്ട് ഞാൻ ബാക്കിലോട്ട് വന്നത്. എല്ലാ മരങ്ങളുടെ ഇലകളും ഉണങ്ങിക്കഴിഞ്ഞു, ജസ്റ്റ് കമ്പുകൾ മാത്രമായിട്ട് കാണും. അവിടെയൊക്കെ ഇല ഉണ്ടായിരുന്നപ്പോൾ നല്ല രസമുള്ള സ്ഥലമായിരുന്നു. കുറച്ച് മരങ്ങളിലെ ഇല ഇതുവരെ പൊഴിഞ്ഞിട്ടില്ല. ഉറങ്ങായതുകൊണ്ട് ഇവിടെ സിഗ്നൽ അധികം ഇല്ല, നോക്കിയിട്ട് വേണം ക്രോസ് ചെയ്യാൻ. ഡോഗിനെ കൊണ്ട് ആൾക്കാർ നടക്കാൻ ഇറങ്ങിക്കണുണ്ടോ? ഇവിടെ മിക്ക ആൾക്കാർക്കും പെറ്റുണ്ടാവും, ഡോഗ് തന്നെ ആയിരിക്കും കൂടുതലും. ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മസാജ് ക്ലാസ്സാണ്. അപ്പം ഏകദേശം ഒരു 7-8 അമ്മമാരുണ്ടാവും, ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും. അപ്പം എല്ലാവരും 12:30 ടൈം, എല്ലാവരും ടൈമിന് കറക്റ്റായിട്ട് എത്താറുണ്ട്. ഞാൻ ചിലപ്പോൾ ലേറ്റ് ആയാലേ ഉള്ളൂ. അപ്പം അങ്ങനെ എല്ലാവരും വന്ന് അവർ പറഞ്ഞു തരുന്ന പോലെ നമ്മൾ മസാജ് ചെയ്യും. കുട്ടികളുടെ വയറ്, കൈ, കാല്, ഇപ്പോൾ ഓരോ അസുഖങ്ങൾ വരുമ്പോൾ എവിടേക്കാണ് പോയിൻ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിൽ മസാജ് ചെയ്താൽ അത് മാറും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ആക്ച്വലി ജർമ്മനിലാണ് പറയണത്, പക്ഷേ എനിക്ക് ജർമ്മൻ അധികം മനസ്സിലാകാത്തതുകൊണ്ട് കൂടെയുള്ള അമ്മമാരാരെങ്കിലും ഇംഗ്ലീഷ് അറിയുന്നവരുണ്ടെങ്കിൽ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാറുണ്ട്. ഇതാണ് പോകുന്ന വഴി. ആക്ച്വലി ഭയങ്കര നല്ല വ്യൂ ആണ്, കാണുന്നുണ്ടോ? നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് കിതയ്ക്കുന്നത്. പഴയ ബിൽഡിംഗ് ആണ് ഈ സ്ട്രീറ്റിലധികം.
കിടക്കുന്ന റോഡ് നല്ല വ്യൂ ആണ്. ഇതിൻ്റെ അപ്പുറത്തൊരു കുന്നാന്ന് തോന്നുന്നു. നല്ല രസമായിട്ട്. ഈ സൈഡിൽ ഇവിടെയൊക്കെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മതിലുണ്ടാവില്ല. എല്ലാവിടെയും ഇങ്ങനെ ബുഷാണ് വെച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ മതിൽ തന്നെ ഉണ്ടാവില്ല. അത് തന്നെ തൊട്ട ബിൽഡിങ് അപ്പുറത്ത് തന്നെ ഉണ്ടാവും. കാണുന്നുണ്ടോയെന്നറിയില്ല. അപ്പുറത്തൊരു കുന്ന് പോലെയാണ്, ചെറിയ കുന്ന്, ഒരു ഇറക്കവും പിന്നെ ഒരു കുന്നും. അങ്ങനെ ഈ ബിൽഡിങ്ങിലാണ് മസാജ് ക്ലാസ്. ഞാനിപ്പോൾ അതിൻ്റെ പുറകുവശത്തോടെ പോകുന്നു. ലിഫ്റ്റ് ബാക്കിലാണുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ബിൽഡിങ്ങിൻ്റെ പുറകുവശത്തേക്ക് എത്തിയിട്ടുണ്ട്. ലിഫ്റ്റ് വഴി പോകാം. നമുക്ക് ഈ ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഈ എന്ന് പറഞ്ഞ ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ മസാജ് ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക്. ഉണ്ണീൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് റെഡിയായിട്ട് വന്നു. ഷൂസും കോട്ടൊക്കെ ഇവിടെ അഴിച്ചു വെച്ചിട്ട് വേണം. അപ്പോൾ ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം. ഇങ്ങനെ എണീറ്റിരിക്കണം. അവനെ എടുത്തിട്ട് ഉള്ളിൽ കൊണ്ടുപോട്ടെ. ഹായ് പെണ്ണ, മസാജ് ചെയ്യാൻ റെഡിയായോ? നമ്മുടെ പൊന്നിനെ ഇവിടെ കിടത്തിയിരിക്കണേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓയിൽ വെച്ചിട്ടാണ് മസാജ് ചെയ്യണം. കുടുമണി ഉറങ്ങി എണീറ്റോ? റെഡി ആയോടി പിന്നെ? ഇവിടെ ഇങ്ങനൊരു കോടയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈടാണ് നല്ല രസം. അവൻ്റെ പൊന്ന് കിട്ടാ. എൻ്റെ പൊന്ന് കുട്ടി ചിരിക്കുകയാണ്. മസാജ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഇങ്ങനെ മസാജ് കഴിഞ്ഞു. കുഞ്ഞുമണി പോവാൻ റെഡിയായി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മസാജ് ക്ലാസ്. ഇങ്ങനെ ചുറ്റും അമ്മമാരിയ്ക്കും. ഇങ്ങനെ ഉണ്ടാവും ക്ലാസ്. ഇതാണ് ഇൻസ്ട്രക്ടർ പഠിപ്പിക്കുന്ന ഡോള്. ഇവിടെ ഇങ്ങനെ ചുറ്റുമണി ഒരു രസമുള്ളൊരു അമ്പറല മേലുണ്ട്. അപ്പം ഞങ്ങളുടെ മസാജ് കഴിഞ്ഞ് ഞങ്ങൾ ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ കുഞ്ഞുമണി, ഓക്കെ അല്ലേ? മസാജ് കഴിഞ്ഞല്ലേ ഡി തങ്കമ്മേ? എല്ലാവരും കഴിഞ്ഞിട്ട് ഇറങ്ങി. ഞാൻ ജസ്റ്റ് ക്ലാസ് കാണിച്ചു തരാൻ വേണ്ടി ലാസ്റ്റ് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. കോട്ടൊക്കെ ഇടാൻ ഷൂ അഴിച്ച് വെച്ചേക്കുന്നു. ഓക്കെ. നമ്മളെല്ലാം റെഡിയായി പോവാ പൊന്നി. നമ്മൾ ലിഫ്റ്റിൽ വന്ന പൊന്നി. നമ്മൾ താഴോട്ട് എച്ചിൽ ഞെക്കി നമ്മൾ പോവാണ്. കുഞ്ഞുമണിക്ക് ഇച്ചിരി സങ്കടമൊക്കെ ഉണ്ട്. കുഞ്ഞുമണിക്ക് കുറച്ച് കരച്ചിലൊക്കെ വരുന്നുണ്ട്. ഷാറില്ല കേട്ടോ. അപ്പോൾ വേഗം വീട്ടിച്ച് പോവാട്ടോ. കുട്ടീൻ്റെ വേഗം വീട്ടിച്ച് പോവാ. ഡോർ തുറന്നു. കുടുമണിക്ക് തണുക്കുന്നുണ്ടോടി? ഒന്നിൻ്റെ കുടുമണിക്ക് തണുക്കുന്നുണ്ടോടി? തണുക്കുന്നുണ്ട്. മഴക്കാറെടുക്കുന്നുണ്ട് സംഭവം. ഇനി ഇതിനുള്ളിൽ കിടക്കുന്നുണ്ട്. ഈ മരത്തിൻ്റെ ഇലകൾ മാത്രം കൊഴിഞ്ഞിട്ടില്ല. ടക്ക് 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 ടക്ക്. ഇത് കുറച്ച് കല്ലുള്ള റോഡ്. ഈ വഴിയൊക്കെ നല്ല രസം. സ്റ്റാൻഡ് അപ്പുറത്തൊരു ട്രാം പോണ ലൈനാണ്. പക്ഷെ അവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഈ ലൈനിലാണ് നമുക്ക് പോകുന്നത്.
കണ്ടില്ലേ ക്രിസ്മസ് ട്രീ. ഇതാണ് ആ ബിൽഡിങ്. അപ്പം മസാജ് കഴിഞ്ഞിട്ട് ഇറങ്ങി. ഞാൻ ചെറുതായിട്ട് ലാസ്റ്റൊക്കെ ഡ്രസ്സ് തിരിച്ചിടുമ്പോൾ കുറച്ച് കരയൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, മുഴുവൻ മസാജ് ചെയ്യുന്നവർ കരാതെ ഇരുന്നു. ഇന്നാകെ 3 അമ്മമാരേ വന്നിട്ടുള്ളൂ. ഓരോരുത്തർക്ക് വിൻ്റർ തുടങ്ങിയപ്പോൾ ഒരു അസുഖങ്ങൾ തോന്നുന്നു, വരാൻ പറ്റാഞ്ഞിട്ടാണെന്നറിയില്ല. 3 അമ്മമാരേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്ത ആഴ്ച ക്ലാസ് ഇല്ല, ഇനി അടുത്ത 16-ാം തീയതിയേ ക്ലാസ് ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെ ബായൊക്കെ പറഞ്ഞ് ഇറങ്ങി. ഇനി ഇവിടുന്ന് വീണ്ടും സെയിം പഴയ ട്രാം കയറുക, 4 സ്റ്റോപ്പ് കഴിയുമ്പോൾ ഇറങ്ങുക, പോവാം. ഉച്ചയായിട്ടുള്ളൂ, പക്ഷെ ഒരു മൂടിയ കാലാവസ്ഥയാണ്, അതുകൊണ്ട് ഒരു മഴക്കോളും ഉണ്ട്. അമ്മമാരൊക്കെ പോകുന്നുണ്ട്. ചില മരത്തിലൊക്കെ ഈ മരത്തിൽ ചെറിയൊരു പൂക്കളൊക്കെ ഉണ്ട്. മഴ വരുന്നതിന് മുമ്പേ എത്താൻ നോക്കും. കുഞ്ഞിനെ ഉറങ്ങിയോ? കുഞ്ഞിനെ ഉറങ്ങിയിട്ടില്ല. കുഞ്ഞെന്താ ചെയ്യുന്നത്? കുഞ്ഞെന്താ ചെയ്യുന്നത്? അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പ് എത്താറായി. ഇതാണ് പുറകിൽ കാണുന്ന വ്യൂ. ഇതാണ് നമ്മുടെ റോഡ്. എനിക്ക് ആ കാണുന്ന യെല്ലോ ബസ് സ്റ്റാൻഡിലാണ് ട്രാം. അങ്ങനെ ഉറങ്ങി. മഴ വരുന്ന പോലെ ഉണ്ട്. വേഗം പോയിട്ട് റെയിൻകോട്ട് ഇടാം. നന്നായിട്ട് മഴ പെയ്യാനൊരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ റെയിൻകോട്ട് എടുത്ത് അവൻ്റെ സ്ട്രോളറിലിട്ടിട്ട് വേണം ട്രാമിൽ കയറാൻ. അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് മഴ നനയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ബസ് സ്റ്റേഷൻ. ഇവിടെ നിന്നിട്ട് അവൻ്റെ ഇതിനകത്ത് വണ്ടി പാർക്ക് ചെയ്ത് റെയിൻ കവറുണ്ട്, അതെടുത്തിട്ട് റെയിൻ കവർ ഇതിട്ടിട്ട് കഴിക്കും. ഓയ് അവനെ വണ്ടി നിർത്തിയപ്പോൾ ചെറിയ ചെണുക്ക. അപ്പോൾ ഞാൻ വണ്ടി ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉരുട്ടണം. ഇനി നമ്മൾ 4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വണ്ടി വരുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഉറങ്ങുമായിരിക്കും. ഓയ് ഉറങ്ങണേടി 4 മിനിറ്റിൽ ഉറങ്ങണേടി പൊന്നെ. 3 മിനിറ്റ് നമുക്ക് നമ്മുടെ ട്രാം അതാ വരുന്നുണ്ട്. അപ്പോഴേക്കും ഇറങ്ങി. അപ്പോൾ ഉണ്ണീൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ അടുത്ത് തന്നെ നോക്കാം. വണ്ടി ഇറങ്ങി. ഈ വണ്ടിയിൽ അങ്ങനെ വന്നത് റോഡ് ക്രോസ് ചെയ്ത് കുറച്ച് പോകണം. ഇതൊരു കടയാണ്, പോക്കോ എന്ന് പറഞ്ഞത്.
ബിൽഡിങ്ങിലാണ്. റെഡാണ്, ക്രോസ് ചെയ്യാൻ പാടില്ല, പക്ഷെ ഒരാൾ പോകുന്നുണ്ട്. ഈ ഗോർബിറ്റ്സ് എന്നുള്ള വണ്ടിയിലാണ് എനിക്ക് ബ്ലാക്കായി. അതിൻ്റെ അർത്ഥം നമുക്ക് ക്രോസ് ചെയ്യുന്നത്, പക്ഷെ വീണ്ടും റെഡായി ക്രോസ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഗാർബേജിൻ്റെ കളക്ഷനാണ്. റോഡിൻ്റെ സൈഡിലെല്ലാം വെച്ചിട്ടുണ്ടോ. അപ്പം അങ്ങനെ മസാജ് ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഏകദേശം 1-2 മണിക്കൂറായി ഞങ്ങൾ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പം അത്രയും ഞങ്ങൾ തിരിച്ച് വീടെത്തി. വീട്ടിലാണ്. ഹായ്.